പോവാൻ മൈഥിലി. മീനാക്ഷി, വെറുതെ അമ്മയായിട്ടൊരു വഴക്ക് വേണ്ട. നീ തൽക്കാലം ഇവിടെ നിൽക്കുക, ഞങ്ങൾ പോയിട്ട് വരാം. മൈഥിലി വാ. ഹലോ, എന്താ CM പങ്കെടുക്കുന്ന ഫംഗ്ഷനോ? യെസ് ഓക്കെ. CM പങ്കെടുക്കുന്ന ഫംഗ്ഷൻ ഞാനും എൻ്റെ ടീമും അർജന്റായിട്ട് അവിടെ എത്തിയേ പറ്റൂ. മൈഥിലിയെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകണമെന്നുള്ള മീനാക്ഷിയുടെ ആഗ്രഹം സഫലമാവട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വാ. ബൈ. വൈശാഖിനെ വിളിച്ച് പറയണ്ടേ? പറയാം. വൈശാഖോ? അവൻ എന്തിനാ ഇവരുടെ കൂടെ? വൈശാഖേ, ഞാനും മൈഥിലി ചേച്ചിയും കൂടെ നീ പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് വരിക. ശരി ഓക്കെ. വാ, വേഗം പോവാ. ഇതിലെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. വൈശാഖ് ആളത്ര ശരിയല്ലേ. ഇവര് മൂന്നുപേരും കൂടി എന്താ ഇടപാട്? ഇവര് ഹോസ്പിറ്റലിലേക്കല്ലല്ലോ. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അമ്മയോട് പോയി പറയാം. ഇവരെന്താ കാണാത്തത്? അതെ, വാ ഇങ്ങോട്ട് വാ. അതെ, നിങ്ങൾക്ക് എന്താ വേണ്ടത് തൽക്കാലം കുടിക്കാൻ? എനിക്ക് ഫ്രഷ് ലൈം മതി. അല്ല, മീനാക്ഷിയോ? എനിക്കും അത് മതി. ലൈം മതി, 2 ഫ്രഷ് ലൈം. ഓക്കെ സർ. എവിടെടാ വൈശാഖേ നിന്റെ ഒറിജിനൽ ലവർ മൈഥിലി നാരായണൻ? അവൾക്കേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ചില തടസ്സങ്ങൾ. അവള് ചിലപ്പോഴേ വരൂ. പിന്നെ എന്തിനാ വെറുതെ എന്നെ ബുദ്ധിമുട്ടിച്ച്? നിങ്ങൾ തമ്മിലുള്ള ചുറ്റിക്കളിയായിരുന്നെങ്കിൽ വെറുതെ എന്തിനാ എന്നെ കരുവാക്കിയത്? മീനാക്ഷി, ഓരോരോ ഉടായ്പകൾ. മൈഥിലി നാരായണൻ, അങ്ങനെ ഒരു മൈഥിലി ഉണ്ടായിട്ട് വേണ്ടേ ഇങ്ങോട്ട് വരാൻ? മീനാക്ഷി, ഇവനും ഞാനും പറയുന്നത് 100% കറക്റ്റാ. ഞാനും മൈഥിലി നാരായണനും ദേവനും കോളേജ് മേറ്റ്സ് ആയിരുന്നു. ലാസ്റ്റ് ഇയർ ആയപ്പോഴാണെന്ന് തോന്നുന്നു ഇവനും അവളും തമ്മിൽ പ്രണയത്തിലായത്. എന്റെ മൈഥിലി ചേച്ചി, പൈങ്കിളി കഥകളാണെങ്കിലും കെട്ടിച്ചമച്ച കഥകളാണെങ്കിലും അത് പറയുമ്പോ ഒരു ലോജിക്കൊക്കെ വേണ്ടേ? ഈ നാട്ടിലുള്ള പെമ്പിള്ളർക്കെല്ലാം മൈഥിലി എന്നാണോ പേരിട്ടിരിക്കുന്നത്? മൊത്തം മൈഥിലികളാണല്ലോ. നീയേ തരികിടകളുടെ രാജാവാ. നിന്റെ മുഖത്ത് വെണ്ടയ്ക്ക വലിപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അടുത്ത് വരരുത്, ഞാൻ തരികിട രാജാവാണെന്ന്. മൈഥിലി, എത്ര പറഞ്ഞിട്ട് ഇവൾക്ക് ഡൈജസ്റ്റ് ആവുന്നില്ലല്ലോ. നമ്മുടെ കഷ്ടകാലം. ഇവള് പറയുന്ന അപവാദങ്ങൾ എങ്ങാനും എന്റെ കാർത്തി അറിഞ്ഞാലുണ്ടല്ലോ,
അവൻ എന്നെ ആ നിമിഷം കൊല്ലും. ആ, അതുറപ്പാ. കാരണം അവൻ എന്നെ ജീവനാ. എനിക്ക് തിരിച്ചും. കാർത്തി ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട. കൊല്ലുന്നെങ്കിൽ അവൻ എന്നെ അങ്ങ് കൊല്ലട്ടെ. അതെ, എന്റെ അച്ഛൻ ചൊല്ലുന്നൊരു കവിതയുണ്ട്. അതെന്താ? മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടാവും സൗരഭ്യം. ഈ വൈശാഖേ മഹാവിളഞ്ഞവനാ. ഇവന്റെ കൂടെ കൂടി നിങ്ങൾ മഹാവിളഞ്ഞവളായി. അമ്മേ, ആ എന്റെ പൊന്നുമോളാണോ? എങ്കി പവിത്രമായ ഈ പുരാണ ഗ്രന്ഥം മാറ്റിവെക്കട്ടെ. നിന്റെ സാന്നിധ്യത്തിൽ എടുക്കാൻ പറ്റിയതല്ല ഈ പുസ്തകം. വന്നു കയറിയപ്പോഴേ ഊതുവാണോ? എന്നാ പിന്നെ പറയാനുള്ളത് പറഞ്ഞോളൂ. പരദൂഷണം കേട്ടിട്ട് കുറച്ചു ദിവസമായി. ഞാൻ പരദൂഷണക്കാരിയൊന്നുമല്ല. സത്യം പറയുന്നത് പരദൂഷണമെങ്കിലേ ശരിയാ, ഞാൻ അത്രക്കാരിയാ. പൊതുവായുള്ള നിന്റെ സ്വഭാവ വൈകല്യങ്ങള് നിന്റെ അമ്മയായ എനിക്കറിയാലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. എനിക്കെന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിലേ അതെല്ലാം എന്റെ അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയതാ. ആഹാ, അത് ശരി. അപ്പൊ അതും എന്റെ പെടലിക്ക്. കുമാരനാശാനാണോ വള്ളത്തോളാണോ എഴുതിയതെന്ന് അറിയില്ല, ഒരു കവിത. അയ്യോ അമ്മേ, ഞാൻ അക്ഷരശ്ലോക മത്സരത്തിന് വന്നൊന്നുമല്ല. വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ ഓടി വന്നത്. ആ, അമ്മ എന്നെ കളിയാക്കുന്നത് നിർത്തി അത് ഗൗരവത്തോടൊന്ന് കേൾക്കണം. നിന്നെ കണ്ടിട്ട് സീരിയസ് ആയ ഒരു കാര്യം പറയാൻ വന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ ശരി, എന്താന്ന് വെച്ചാ പറയേ. അമ്മേ, ഞാനും ഒരു അമ്മയമ്മേ. എനിക്ക് സങ്കടം വന്നാ എന്റെ അമ്മയോടല്ലാതെ മറ്റാരോടാ ഞാൻ പറയുക? നിന്റെ ഭർത്താവിനോട് പറയണം. ചില കാര്യങ്ങളിൽ രാമേട്ടനൊരു നിഷ്ഗുണ ബ്രഹ്മരാമേ. എന്തായാലും അവൻ പരബ്രഹ്മത്തിൽ ലയിച്ചിട്ടൊന്നുമില്ലല്ലോ. നീ അവനോട് തന്നെ പറയേ. ഈ കാര്യമൊന്നും അങ്ങേരോട് പറയാൻ പറ്റില്ല. ഇതെന്റെ അമ്മ അറിയേണ്ട വിഷയം. എന്നാ നീ ആമുഖ പ്രസംഗം നിർത്തിയിട്ട് കാര്യത്തിലേക്ക് വാ. അമ്മേ, കുറച്ച് ദിവസങ്ങളായി എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ഈ സംശയത്തില് എന്റെ മരുമോളും ഉണ്ട്. മറ്റു പ്രതികളെ ആ ഗരുഡൻ വൈശാഖും അവന്റെ കാമുകി മീനാക്ഷിയും. ഇവര് മൂന്നുപേരും ചേർന്ന് ഇതിനകത്ത് എന്തൊക്കെയോ അന്തർനാടകങ്ങൾ നടത്തുന്നുണ്ട്. എന്ത് നാടകങ്ങൾ? അന്തർനാടകങ്ങള്. ശ്ശോ, നീ കാര്യം തെളിച്ചു പറയടി. അമ്മേ, ഞാൻ എതിർത്തിട്ടും ഒടുവിൽ കാർത്തിമോന്റെ അനുവാദത്തോടുകൂടി മീനാക്ഷി ചെക്കപ്പിനാണെന്നും പറഞ്ഞ് മൈഥിലിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുന്നു. ഹ, അത് മീനാക്ഷി ഒരു നല്ല കാര്യമല്ലേ ചെയ്തത്? ഓ, അമ്മേ, ഹോസ്പിറ്റലിലാണെന്നും പറഞ്ഞ് അവര് പോയിരിക്കുന്നതേ ഒരു റെസ്റ്റോറന്റിലേക്കാ. മീനാക്ഷി ആ വൈശാഖനോട് സംസാരിക്കുന്നതേ ഞാൻ എന്റെ ഈ ചെവി കൊണ്ട് കേട്ടതാ. അറിയോ? നീ എന്തിനാ ഇതൊക്കെ ഒളിച്ചു നിന്ന് കേൾക്കാൻ പോയത്? അവരൊക്കെ ചെറുപ്പക്കാര് പിള്ളേര്, വിവരവും വിദ്യാഭ്യാസവും ഉള്ള കുട്ടികൾ. എന്റെ പൊന്ന് സാവിത്രി, നീ എനിക്ക് കൊച്ചാണെങ്കിലും നീ ഒരു അമ്മൂമ്മയാകാൻ പോകുന്ന സ്ത്രീയാ. അത് നീ മറക്കരുത്. അതുകൊണ്ടാ എന്റെ അമ്മ എനിക്ക് ഉൾക്കണ്ട. ആ മാലതിയുടെ ആങ്ങളെ വെകിളി പിടിച്ച് നടക്കുന്ന ഒരു കരടിയാ. അവനീ ചെമ്പകമംഗലത്ത് തേരാപ്പാരം നടക്കുന്നതിലേ എന്തോ ഒരു ദുരുദ്ദേശം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇവനും മീനാക്ഷിയും തമ്മിലുള്ള പ്രേമത്തിനെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് എന്റെ മരുമകളാണെന്ന് തോന്നുന്നു. മൈഥിലി നല്ല കുട്ടിയാ. അവൾ ആവശ്യമില്ലാത്തതൊന്നും സംസാരിക്കില്ല. ദേ, നീ വെറുതെ അവളോട് അമ്മായിമ്മ പോരനൊന്നും ചെല്ലരുത്. ഓ, എന്റെ അമ്മേ, അവളും ഒരു പഠിച്ച കള്ളിയാ. മിണ്ടാതെ നിൽക്കുന്നേ ഉള്ളൂ. എന്തൊക്കെയോ രഹസ്യങ്ങൾ അവൾ ഒളിപ്പിക്കുന്നുണ്ട്. ശ്ശോ, എന്റെ സാവിത്രി, നീ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക്. ആ, ഒരു കാര്യം ചെയ്യും. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു 41 ദിവസം ഭജനം ഇരിക്കും. ചിലപ്പോ നന്നായെങ്കിലും. ഓ,
പൊട്ടന്റെ ചെവിയിൽ ശംഖുതുന്ന പോലെ എന്റെ പെറ്റതള്ളയോട് എന്തെങ്കിലും പറയുന്നത്. എന്തായാലും ഈ കാര്യം കാർത്തികിനെ വിളിച്ചെന്ന് പറയാം. ആ ഷോ, രാവിലെ തന്നെ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. ഇവള് നന്നാവത്തില്ല. ഓ, ഇങ്ങനെ ഒരുത്തി. ആ ഇവിടെ വെച്ചു. താങ്ക് യു. കുടിക്ക്. എനിക്കൊന്നും വേണ്ട, ഞാൻ പോവാ. ഡോ താ ഇരിക്കേ. ഇല്ല. പ്ലീസ് പറയുന്നത് കേക്ക്, താ ഇരിക്കേ. ഇല്ലാന്ന്. ദേ വന്നല്ലോ. ഇവളാണ് അവൾ. ഏവൾ മൈഥിലി നാരായണൻ. വാ ഇങ്ങോട്ട് ഇരിക്ക്. ഗുഡ് മോർണിംഗ് എവരിവൺ. ഞാൻ അല്പം താമസിച്ചു പോയി, സോറി. മീനാക്ഷി, ഞാൻ തനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ നീ പറഞ്ഞ എല്ലാ ചീത്തയും കേട്ട് മിണ്ടാതിരുന്നത്. ഇയാളെ മനസ്സിലായോ? മീനാക്ഷി, ഇവളാണ് എൻ്റെ പ്രേമഭാജനം, സാക്ഷാൽ മൈഥിലി നാരായണൻ. മീനാക്ഷിനെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ മീനാക്ഷിയെ കുറിച്ച് എല്ലാം വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. മൈഥിലി? അതെ. ആ, നീ എന്താടി വളരെ സീരിയസ് ആയിട്ട് ഇരിക്കുന്നത്? ഒന്നുമില്ലടി, ഈ പെണ്ണുങ്ങൾക്കെല്ലാമേ മൈഥിലി എന്നും പേരിട്ട തന്തപ്പടിമാരെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കായിരുന്നു. എന്തു പറ്റി? ആ, അങ്ങനെ ഒരു കുരുക്ക് എൻ്റെ പെടലിക്ക് വന്ന് ചുറ്റി. എൻ്റെ മാരേജ് ലൈഫ് വരെ തകരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി. എനിക്ക് മനസ്സിലായി, കാലക്കേടുണ്ടെങ്കിൽ ഇത് മതി ജീവിതം തകരാൻ. അത് പോട്ടെ, ഞാനും ഇവനും തമ്മില് ഇഷ്ടപ്പെട്ടു പോയി. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒരുമിച്ചെന്നങ്ങ് തീരുമാനിച്ചു. ഡ്രാമ ആയിക്കോ, പക്ഷെ തൊട്ടും തടവിയുള്ള ആക്ടിംഗ് ഒന്നും വേണ്ട. മീനാക്ഷി, കോളേജിൽ ഞങ്ങൾ 3 പേരും ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോ മുതല ഞാനും ഇവനും തമ്മിൽ പ്രേമത്തിലായത്. പക്ഷേ എന്റെ പാരന്റ്സ് വളരെ പാവപ്പെട്ടവരാ. അച്ഛന് റബ്ബർ തോട്ടത്തില് ടാപ്പിംഗാ പണി. അമ്മയും കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. ഇവനെ മറക്കാൻ ഒത്തിരി ശ്രമിച്ചു നോക്കി, പക്ഷെ പറ്റുന്നില്ല. കീപ് കാം മൈഥിലി. താനെന്തോടോ ഇങ്ങനെ? തക്കം കിട്ടിയ നേരത്ത് ഇവന്റെ മുതലെടുപ്പ് കൊള്ളാലോ, അത് എന്റെ മുമ്പിൽ വെച്ച്. ഈ ഏർപ്പാട് ഞാൻ സമ്മതിക്കില്ല.
ഇവര് തമ്മില് ഡീപ്പായ പ്രണയം തന്നെയാണെന്ന് തോന്നുന്നു. അതോ മൂന്നും കൂടി എന്നെ ചുറ്റിക്കാണോ? കരയാതെ മൈഥിലി. എന്തായാലും മീനാക്ഷിയുടെ സംശയം മാറി. പിന്നെ ഇവിടെ നിങ്ങളെ സഹായിക്കാന്ന് ഏറ്റല്ലോ, പിന്നെന്തിനാ വിഷമിക്കുന്നത്? മീനാക്ഷി നമ്മളെ സപ്പോർട്ട് ചെയ്യും അല്ലേ മീനാക്ഷി? കാര്യങ്ങളെല്ലാം സ്ട്രെയിറ്റ് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സഹായിക്കും. ACP ആണല്ലോ. അപ്പൊ വീണ്ടും കാണാം മൈഥിലി. ഞങ്ങൾ ഇറങ്ങട്ടെ. ഞങ്ങളെ സഹായിക്കൂ മീനാക്ഷി. തീർച്ചയായും. താങ്ക് യു വർഷ, താങ്ക് യു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഓക്കെ. ഇതെന്താ ആരും എടുക്കാത്ത? മൈഥിലി മീനാക്ഷി ഫോൺ എടുക്കുന്നില്ലല്ലോ. ഹോസ്പിറ്റലിലേക്ക് പോയതല്ലേ, ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിക്കുന്നുള്ള ഒരു വിചാരമില്ല. അപ്പൊ ഞാൻ പോവാ. ഇപ്പൊ തന്നെ ഞാൻ പോന്നപ്പോ പാരന്റ്സിന് ഡൗട്ട് അടിച്ചിട്ടുണ്ട്. പോയിട്ട് വരട്ടെ. മൈഥിലി പോയിട്ട് വാ. മീനാക്ഷി. ആ ശരി. എടാ വൈശാഖ്. ഓ, എന്നാ മൈഥിലി നാരായണൻ പോ. മൈഥിലി രാകേഷ് മേനോടെ നിൽക്ക്. ശരി എന്നാ. ആ, അതെ, കാർത്തിക്കിന് കലിയായി കാണും. എന്നെ വിളിച്ച് വിളിച്ച് മടുത്തു. എന്നെയും. എന്നാ വേഗം തിരിച്ചു വിളിക്കേ. ഇതെന്ത് പണിയായി കാണിക്കുന്നേ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. സോറി കാർത്തിക്. സോറി പറഞ്ഞാൽ മതിയോ? മറ്റുള്ളവരുടെ ടെൻഷൻ മനസ്സിലാക്കണ്ടേ? രണ്ടുപേരെ മാറി മാറി വിളിച്ചു. എവിടെയാ ഇപ്പം നിങ്ങൾ? ഞങ്ങള് ഹോസ്പിറ്റലിലാ. ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തു. ഹോസ്പിറ്റലിലേക്ക് വരിക. അയ്യോ വരണ്ട. അതെന്താ വന്നാല്? ഞാൻ ദേ വരിക. അവളെവിടെ? മീനാക്ഷി. മീനാക്ഷി കൂടെ ഉണ്ട്. ശരി ശരി, ഞാൻ എന്താ വരിക. ചതിച്ചല്ലോ. കാർത്തിക് ഹോസ്പിറ്റലിലേക്ക് വരികയാണെന്ന്. അല്ല, നീ എന്തിനാ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞത്? അറിയാതെ അങ്ങനെ ഞാൻ പറഞ്ഞു പോയി. എന്നാ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. അതെ, കാർത്തിക് ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. എത്താൻ പറ്റുമോ? പറ്റുമെന്ന് തോന്നുന്നില്ല, സംശയമാണ്. എങ്കിലും ടെൻഷൻ അടിക്കാതെ നമുക്ക് ഒരു കൈ പറ്റി നോക്കാം. വാ. ഗോ ഫാസ്റ്റ്.
എടാ വൈശാഖേ, ഒരു ഗർഭിണിയോ കാറിന്റെ പിൻസീറ്റ് ഇരിക്കുന്നത്? എന്തും വരട്ടെ, നീ കാർ പതുക്കെ ഓടിക്കേ. നീ ഒന്ന് അടങ്ങിയിരിക്കും, ഒന്നും വരത്തൊന്നുമില്ല. വേഗം ഇറങ്ങിയോ.